നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ജിലേബി ഉണ്ടാക്കാം. ദോശമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തവി ദോശമാവ് എടുക്കുക. അത് ദോശമാവിനൊരല്പം കട്ടി കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരല്പം ഫുഡ് കളർ, യെല്ലോയോ ഓറഞ്ചോ എന്തെങ്കിലും ഫുഡ് കളറും ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുക, സോഡ ഒന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമുക്ക് വേറെ ജോലിയുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. 1-2 ഇത്തിരി മധുരം വേണമല്ലോ ജിലേബിക്ക്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് പാനിയാക്കി ഒന്ന് കുറുകി വരാൻ വയ്ക്കുക. ഇപ്പോൾ അതൊക്കെ തിളച്ച് കുറുകി പാകത്തിനായിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെ ഇരിക്കണം ഒരടുപ്പിൽ. ഇനി നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ, വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മാവ് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കോൺ പോലെയാക്കി അതിൽ കൂടെ നമ്മൾ ജിലേബി പോലെ ചുറ്റിച്ചെടുക്കും. അത് നമുക്കിങ്ങനെ ഒരു യെല്ലോ കളർ ജിലേബി പോലെ വെറുതെ ചുറ്റിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ ജിലേബി ഉണ്ടല്ലോ ഓറഞ്ച് കളർ താന്ന് എഴുതിയ പോലെ, അങ്ങനെയോ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത് ഓരോന്നും ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ പഞ്ചസാര പാനിയിലേക്ക് ഇടുക. അതിലൊന്ന് സിറപ്പൊന്ന് പിടിച്ച് വരുമ്പം അത് മാറ്റി വെക്കുക. അതെ, ജിലേബി റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമാണ്, എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസിയുമാണ്. അപ്പം ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.